തൃശൂരിന്റെ രാഷ്ട്രീയ ഹൃദയമായ ഗുരുവായൂർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? വിവാദ പ്രസ്താവനകളും ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? UDFന്റെ കരുത്തനായ പോരാളി CH റഷീദ് മണ്ഡലം തിരിച്ചുപിടിക്കുമോ, അതോ NK അക്ബറിലൂടെ ഇടതുകോട്ട ഭദ്രമായിരിക്കുമോ? ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മുസ്ലിം ലീഗിന്റെയും UDFന്റെയും അടിയുറച്ച കോട്ടയായിരുന്നു എന്ന് കാണാം. 1957 മുതൽ 2001 വരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വന്ന ചരിത്രം. BVCD തങ്ങൾ മുതൽ PKK ബാവ വരെയുള്ള നേതാക്കൾ മണ്ഡലത്തെ നയിച്ചു. കഴിഞ്ഞ 3 തവണയായി ഇടത്തോട്ട് മാറിയ മണ്ഡലം ഇത്തവണ വീണ്ടെടുക്കാൻ UDF ഇറക്കുന്നത് CH റഷീദിനെയാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പാടവവും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും UDF ക്യാമ്പുകളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ റഷീദിന് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിനെ ഞെട്ടിച്ചത് BJP സ്ഥാനാർത്ഥി V ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയാണ്. കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കേ. സംവാദമാണെങ്കിൽ വെളിയിറങ്ങിക്കുക, നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം മതേതരത്വത്തിന് പേരുകേട്ട ഗുരുവായൂരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് 50 വർഷമായിട്ട്, നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? വോട്ടർമാരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. ഇത്തരം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ പ്രബുദ്ധരായ ഗുരുവായൂർ വോട്ടർമാർക്കിടയിൽ BJPക്ക് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. വികസന രാഷ്ട്രീയത്തിന് പകരം വർഗീയത വിളമ്പുന്നത് NDAയുടെ സാധ്യതകളെ തീർത്തും ഇല്ലാതാക്കുന്നു. LDF സ്ഥാനാർത്ഥി NK അക്ബർ തന്റെ പ്രവർത്തന മികവ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടമാണ്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും വികസന മുരടിപ്പും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. തുടർച്ചയായ ഇടതുഭരണം മടുത്തു തുടങ്ങിയ വോട്ടർമാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഭരണകക്ഷിയോടുള്ള ഈ അതൃപ്തി UDFന് വലിയൊരു അവസരമാണ് തുറന്നു നൽകുന്നത്. CH റഷീദിലൂടെ ന്യൂനപക്ഷ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഒരുപോലെ UDFലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വിവാദങ്ങളിൽ കുടുങ്ങാതെ വികസനവും മതേതരത്വവും ഉയർത്തിക്കാട്ടുന്ന UDFന്റെ തന്ത്രം വോട്ടർമാർക്കിടയിൽ സ്വീകാര്യമാകുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന മൂലം മതനിരപേക്ഷ വോട്ടുകൾ ഏകീകൃതമായി UDFന് ലഭിക്കാനും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുരുവായൂർ UDF തിരിച്ചുപിടിക്കാനാണ് എല്ലാ സാധ്യതയും. ഗുരുവായൂരിലെ രാഷ്ട്രീയ കാറ്റ് ഇത്തവണ UDFന് അനുകൂലമാണെന്നാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. വർഗീയതയ്ക്ക് സ്ഥാനമില്ലാത്ത മണ്ണിൽ ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി F മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.